അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കടന്നു വന്നതാകുന്ന അപരിചിതരായ അഥവാ മലക്കുകൾ മനുഷ്യൻ രൂപത്തിൽ കടന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് സന്തോഷ വാർത്ത പറയുകയാണ്. നിങ്ങൾക്കിതാ ഒരു മകൻ ജനിക്കാൻ പോയാണ്. സാറാ ബീവിയിലൂടെ 99 വയസ്സുള്ളതാകുന്ന മഹാനവറുകൾ അവിടുന്ന് ഞെട്ടിത്തെറിക്കുകയാണ്, അത്ഭുത പരതന്ത്രനാവുകയാണ്. തൊട്ടപ്പുറത്ത് റൂമിൽ നിന്നതാകുന്ന ഭാര്യ കവിളത്തടിച്ചുകൊണ്ട് ആശ്ചര്യത്തിന്റെ വർത്തമാനം പറഞ്ഞു അത്രേ. എങ്ങനെയാണതിന് സാധിക്കുക? കാരണം മച്ചിയുമാണ്, മരടിയുമാണ്. ഉടനെ മലക്കുകൾ മറുപടി കൊടുക്കുകയാണ്. ഖാലൂ കദാരികി ഖാല റബ്ബുകി ഇന്നഹു ഹുവൽ ഹകീമുൽ അലീം. അല്ലാഹുവാണ് തീരുമാനിക്കുന്നവൻ, അവൻ തത്വജ്ഞനാണ്, അവൻ വിവരമുള്ളവനാണ്, അറിവുള്ളവനാണ്. അവൻ നിങ്ങളിലൂടെ തീർച്ചയായും ഒരു മകനെ ഈ ലോകത്തിന് സമർപ്പിക്കുക തന്നെ. ഉറപ്പായിട്ട് നിങ്ങൾ ഗർഭം ധരിക്കും. അതിലൊന്നും ആശങ്കപ്പെടണ്ട. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലക്കുകളോട് ചോദിച്ചു അത്രേ. ഖാല ഫമാ ഖതുബുകും അയ്യുഹൽ മുർസലൂൻ. അല്ലയോ അല്ലാഹുവിന്റെ ദൂതന്മാരായ മലക്കുകളെ, നിങ്ങൾ എന്തിനാണ് നേരിട്ട് എന്നിലേക്ക് ഇറങ്ങി വന്നത്? മകനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനാണ് എങ്കിൽ നിങ്ങൾ ഒരാൾ വഹി മുഖേനമായി വന്നാൽ മതിയല്ലോ. നേരിട്ട് മനുഷ്യന്റെ രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി വന്നതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോ ഉടനെ മലക്കുകൾ മറുപടി പറഞ്ഞവത്രേ. ഇന്നാ ഉർസിൽന ഇലാ ഖൗമിൻ മുജ്രിമീൻ. അല്ലയോ ഇബ്രാഹിം നബിയേ, ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകുക മാത്രമല്ല, ഒരു ഖൗമിനെ ശിക്ഷിക്കാൻ കൂടിയാണ്. ഒരു ഖൗമിനെ ശിക്ഷിക്കാൻ പോവുകയാണ്. അത് നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. കാരണം നിങ്ങളുടേതാകുന്ന സഹോദരന്റെ മകനാണ് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിങ്ങളുടെ സഹായിയായിട്ട് വർത്തിക്കുന്ന പ്രവാചകന്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ക്യാപ്റ്റനാകുന്ന നിങ്ങളോട് വന്ന് പറയണമല്ലോ. നേതൃത്വമാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളോടൊന്ന് പറയണം, നിങ്ങളുടെ സഹോദരന്റെ മകനാകുന്ന ലൂത്ത് നബിയുടെ സമുദായം അവർ വലിയ തെറ്റിന്മേലാണുള്ളത്. അവരുടെ തെറ്റെന്താ? അവർ സ്വവർഗരതിയെ താല്പര്യം വെക്കുന്നവരായിരുന്നു. പുരുഷന്മാരുമായിട്ട് തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പ്രവണത നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബ് ഇറക്കാൻ പോവാൻ. പലവട്ടം ലൂത്ത് നബി അലൈഹിസ്സലാം അവരുടെ പ്രവാചകനാകുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം ധാരാളം പ്രാവശ്യം അവരോട് ഉപദേശിച്ചു കൊടുത്തു. ആ